ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ്? അത് തന്നെയാണ്. നമുക്ക് മറൈൻ ഡ്രൈവിൻ്റെ വിശേഷങ്ങളൊന്നും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ വന്നപ്പോൾ ഒരു ആഫ്റ്റർനൂൺ കഴിഞ്ഞൊരു 2:30 ആ ടൈമായിരുന്നു. പിന്നെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് അധികം വെയിലില്ലായിരുന്നു എന്ന് വേണം പറയാൻ. എന്നാൽ ഈവനിങ് വരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഈവനിങ്ങിൽ ഇവിടെ കൂടെ നടക്കാനും അവിടെ ഒന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റും. അത് അങ്ങനെ നമ്മൾ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് വരണതല്ലേ, അപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങാമല്ലോ. പിന്നെ ഇവിടെ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല വമ്പൻ മരങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഈ സമയം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണെങ്കിൽ പോലും, ഉച്ചയ്ക്ക് ശേഷമൊന്നും പറയാൻ പറ്റില്ല, ഒരു 2:30 ആ സമയമാണെങ്കിൽ പോലും ഒരുപാട് പേരുണ്ടായിരുന്നു മറൈൻ ഡ്രൈവിൽ. എപ്പോഴും ആളാണെന്നാണ് തോന്നുന്നത് മറൈൻ ഡ്രൈവിൽ. ഒരുപാട് ആളുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് എന്തോ സ്പെൻഡ് ചെയ്തു. അപ്പോഴെല്ലാം ആൾക്കാർ കൂടി വരികയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെപ്പോലെ എക്സ്പ്ലോർ ചെയ്യാനും കുറച്ച് പിക്നിക്കിനും ഒക്കെ ആയിട്ട് വന്നവരാണ്. ഇവിടെ ബോട്ടിംഗ് ആണ് മെയിൻ കേട്ടോ. എല്ലാവരും ബോട്ടിങ്ങിന് കിടന്ന് വിളിക്കുവാണ്. അതായത് ഒരുപാട് ബോട്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കിടന്ന് വിളിക്കുവാണ്. മത്സരിച്ച് വിളിച്ചാലല്ലേ ആളെ കയറ്റാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ നമ്മൾ ബോട്ടിൽ കയറിയില്ല. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ബോട്ടിൽ കയറാൻ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ലേറ്റാവും. ഈ വെയിലത്ത് കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ. വെയിലത്ത് പോയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഒരാൾക്ക് 150 റുപ്പീസാണ് ബോട്ടിങ്ങിന് പറയുന്നത്. ഇതാണ് മറൈൻ ഡ്രൈവിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എല്ലാ വ്ളോഗ്സിലും ഒക്കെ കാണുന്നത്. ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഗോപുരം പോലത്തെ അതൊക്കെ ഫോട്ടോ എടുത്ത് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്നും കയറിയിട്ടില്ല. അങ്ങോട്ട് കയറിയ നല്ല വെയിലാണ്, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾക്ക് അധികം സമയവും ഇല്ലായിരുന്നു. കിട്ടിയ കുറച്ച് നേരം കൊണ്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നടക്കാനാണ് നല്ലത്. എത്ര വേണോ കഥ പറഞ്ഞ് നടക്കാൻ പറ്റും. ഒറ്റയ്ക്കായാലും നമുക്ക് വന്ന് ഇരിക്കാൻ പറ്റും. നല്ല അന്തരീക്ഷമാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. ഇതാണ് മറൈൻ ഡ്രൈവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ടെൻഷനൊക്കെ വന്നിട്ട് എവിടെയെങ്കിലും വന്നിരുന്നാൽ മതി കേട്ടോ. നല്ല രസമാണ് കണ്ടിരിക്കാൻ. നല്ലൊരു സ്ഥലമാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്നപ്പോൾ ഒരുപാട് ഷിപ്സൊക്കെ പോകുന്നത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു, ഒരു വലിയ ഷിപ്പ് വരുന്നുണ്ടായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു കണ്ടെയ്നേഴ്സുള്ള ഷിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കണ്ടെയ്നേഴ്സുള്ള വലിയ ഷിപ്പുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇത് വേറൊരു ഷിപ്പാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ആ വെള്ളം കണ്ടില്ലേ, എന്ത് രസമല്ലേ, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുമല്ലേ. അവിടെ ഇരുന്ന് ആ ബെഞ്ചിലിരുന്ന് നല്ല തണലത്ത് നല്ല കട്ടൻ ചായയും നല്ല പരിപ്പ് വടയും ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ലതായിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് മറൈൻ ഡ്രൈവിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബ്രോഡ്വേ മാർക്കറ്റ് എന്ന് പറയുന്നത്. സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടുന്ന ബ്രോഡ്വേ മാർക്കറ്റിലോട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തു കേട്ടോ. അതോടെ ഞങ്ങൾ തിരിച്ചതേപോലെ വന്നിട്ടുണ്ട്. കുറച്ചൊക്കെ നടന്നു. ബ്രോഡ്വേ മാർക്കറ്റ് ഇപ്പോൾ തിരുവനന്തപുരംകാർക്കാണെങ്കിൽ ഈ ചാല മാർക്കറ്റൊക്കെ ഇല്ലേ, അതുപോലെയാണ് എറണാകുളത്ത് ബ്രോഡ്വേ മാർക്കറ്റ് എന്ന് പറയുന്നത്. ചാല കണ്ടിട്ട് ഇത് കാണുമ്പോൾ അതേപോലെ ആ സെയിം ഇതുപോലെ തോന്നത്തുള്ളൂ. സെയിം ആയിട്ടുള്ള ഒരു അന്തരീക്ഷം പോലെ തോന്നത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.